ക്യാമറ റോളിംഗ് ആക്ഷൻ. എനിക്ക് പാട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി സിനിമയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങളാണ്. കാര്യം ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കൂട്ടം സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ ഇതൊരു കൈൻഡ് ഓഫ് എക്സ്പെരിമെൻ്റൽ മൂവി അതിൻ്റെ ഒരു പാർട്ടാവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളൊരു ഏതൊരു ചെറിയ ഷോർട്ട് ഫിലിം ഒരു സിനിമയാക്കാൻ സാധിച്ചത് അതിന് സോൺറോയ് സാറിന് നന്ദി പറയുന്നു. ഒരു കാര്യം കൂടെ പറയാൻ മറന്നു. കാര്യം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് അതിൻ്റെ അഭിനേതാക്കളാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും അവരവരുടെ പാർട്ട് അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഒത്തിരി എഫേർട്ട് എടുത്തിട്ട് ഗംഭീരമാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനാണ് ശരിക്കും നന്ദി പറയേണ്ടത്. അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്ന് അത് ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് ഞാനത് അഭിനന്ദിക്കുകയാണ്. കർണിക എവിടെ? വരൂ. കഥയുടെ നായിക എന്തായിരുന്നു അനുഭവം? നമസ്കാരം, എൻ്റെ പേര് ഐശ്വര്യ. ആദ്യം തന്നെ അരുൺ സാറിനോടാണ് നന്ദി പറയുന്നത്. പിന്നെ സോഹൻ റോയ് സാറിനോടും എന്നെ ഈ ഫിലിമിലേക്ക് സെലക്ട് ചെയ്തതിന്, കർണിക എന്ന ക്യാരക്ടറായിട്ട് തന്നെ സെലക്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. ഫിലിം ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അടുത്തത് വിയാനെ പരിചയപ്പെടുത്തേണ്ട കാര്യം ഏരീസിൻ്റെ കുടുംബാംഗമാണ്. ഏരീസ് വഴി തന്നെ ലോഞ്ച് ചെയ്താണ് നമ്മുടെ ടാലൻറ്റ് ഹണ്ട് വഴി വന്നു. ഐക്യരക്കോണത്ത് ബിഷക്കന്മാരുണ്ടായതും ഇതുപോലെ വിയാന് വേണ്ടി ഉണ്ടായ ഒരു ചിത്രമായിരുന്നു. വിയാൻ എൻ്റെ ലാസ്റ്റ് മൂവി തമിഴിൽ വലിയൊരു പടം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പുള്ളി ഒരു മലയാളത്തിൽ കുറേയധികം സിനിമകളിൽ ലീഡ് റോളിൽ ചെയ്ത് കഴിഞ്ഞാണ്. വിയാൻ പ്ലീസ്. താങ്ക് യു സർ. ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീട്ടിലെ ഒരു ചടങ്ങ് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതെല്ലാം ഒരു കുടുംബാംഗങ്ങളാണ് എനിക്ക്. ഏരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സോൺറോയ് സാറ് പറഞ്ഞതുപോലെ പാലക്കാട് നിന്നുള്ള സിനിമ ഒരുപാട് ആഗ്രഹിച്ച അനീഷൊക്കെ പറഞ്ഞതുപോലെ കുറേ പല ജോലികളൊക്കെ ചെയ്തിട്ട് എങ്ങനെ സിനിമയിലെത്താം എന്നുള്ള ചോദ്യത്തിനൊരു വലിയ ഉത്തരം എനിക്ക് കിട്ടിയതാണ് സോഹൻ റോയ് എന്ന പേര്. അദ്ദേഹമാണ് എൻ്റെ മെൻറ്റർ. ഈ സിനിമയിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന അദ്ദേഹമാണ്. ഏരീസിൻ്റെ എന്നെ ഇപ്പോൾ റിലീസായിട്ടുള്ള കർണികയിലും അവസാനമാണ് ഞാൻ ജോയിൻ ചെയ്തെങ്കിലും വളരെ 100% സന്തോഷത്തോടു കൂടി പ്രിയങ്ക നായരെ പോലൊരു വലിയ ആക്ട്രസിൻ്റെ കൂടെ ഒരു കൂട്ടം പുതുമുഖങ്ങളുടെ കൂടെ ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് എനിക്ക് നന്ദി പറയാനുള്ളത് ഏരീസ് ഫാമിലി തന്നെയാണ്, ഞങ്ങളുടെ കുടുംബം. അപ്പോൾ അതിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. അവരുടെ സപ്പോർട്ടാണ് ഒരു ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലും എനിക്ക് മുന്നോട്ട് പോകാൻ വലിയൊരു പ്രചോദനമായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സിനിമകൾ ഇനിയും ഏരീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. എല്ലാ സിനിമകളും 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് എൻ്റെ മുന്നിലുള്ളത്. ഈ സിനിമയും നിങ്ങൾ 2 കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരു കൂട്ടം സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ് എൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിൽക്കുന്നവർ. അവരെല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്തായിട്ട് നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പകുതി ഞെട്ടുമായിരിക്കും. ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു വെഡ്ഡിങ് ക്യാമറയിലാണ്, ഒരു ബേസിക് ക്യാമറ. അത് വെച്ചിട്ട് ഇത്രയും മാജിക് കാണിക്കുന്ന ഒരു മജീഷ്യനെ വിളിക്കുകയാണ് അശ്വന്ത് മോഹൻ. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ സച്ച് ഓപ്പർച്യൂണിറ്റി. ആൻഡ് സോൺറോയ് സാറിനും അരുൺ സാറിനും പിന്നെ ഓൾ കാസ്റ്റ് ആൻഡ് ക്രൂ, എസ്പെഷ്യലി പ്രിയങ്ക മാം, താങ്ക്സ് ഫോർ സപ്പോർട്ട്. ഓരോ ആർട്ടിസ്റ്റുകൾ ആർക്കെങ്കിലും മനസ്സിലായോ ഈ ക്യാമറ ഇതാ ഉപയോഗിച്ചത്? കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രീനിലാണ് നിങ്ങൾ അത് കണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. ഇത് ആക്ച്വലി ഈ ക്യാമറ മുമ്പ് ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു ഹോളിവുഡ് ഫിലിമിലേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് സോണിയുടെ തന്നെ FX3 എന്ന് പറഞ്ഞൊരു മോഡലാണ്. പിന്നെ നമ്മുടെ പടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഫോക്കസ് പുള്ളറില്ല. നമ്മുടെ പടത്തിൽ യൂസ് ചെയ്യുന്ന എല്ലാം ഓട്ടോമാറ്റഡ് ലെൻസാണ്. അതെ, ജിബില്ല, ക്രെയിനില്ല, ഒരു ഗിംബലും 4 ലെൻസും ഒരു ക്യാമറയും 5 ലൈറ്റും മാത്രം വെച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. ആക്ച്വലി എൻ്റെ അടുത്ത് പേഴ്സണലി എല്ലാവരും വിളിച്ച് പറഞ്ഞത് അതായത് FX ആണ് ഷൂട്ട് ചെയ്യുന്നത് പറയാൻ പറ്റില്ല എന്നതാണ്. സോ അത് എൻ്റെ മാത്രം ഹെൽപ്പല്ല, എൻ്റെ ടീം ദേ ആർ ഫ്രം ബാംഗ്ലൂർ. ആക്ച്വലി ഐ എം ലൈക്ക്
എൻ്റെ ക്യാമറ ടീം ബാംഗ്ലൂരിൽ നിന്നാണ്, എൻ്റെ ലൈക്ക് ലൈറ്റ്മാനും അതുപോലെ തന്നെ യൂണിറ്റ് എല്ലാം. സോ അവർക്കും ഞാനൊരു താങ്ക്സ് പറയുന്നു ഫോർ സപ്പോർട്ടിങ് മീ ഫോർ ദിസ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ചാരിറ്റി മൂവീസിൻ്റെ കൺസെപ്റ്റ് തന്നെ അതാണ്. എവിടെ ₹1 നമുക്ക് ലാഭിക്കാൻ പറ്റുമോ അത് ലാഭിച്ചുകൊണ്ട് എങ്കിൽ ക്വാളിറ്റി കുറയാതെ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ആ രീതിയിൽ നല്ലൊരു പ്രോഡക്റ്റായി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അഷ്ന ഓരോ ആർട്ടിസ്റ്റുകളായിട്ട് പരിചയപ്പെടുത്താം. ഹായ്, എൻ്റെ പേര് ആഷ്ന. ഞാനിതിൽ ക്രിസ്റ്റീന എന്ന് പറഞ്ഞിട്ടുള്ള SIൻ്റെ റോളാണ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെയൊരു സിനിമേൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. പ്രത്യേകിച്ച് അരുൺ സാറിനോട് പിന്നെ സോഹൻ സാറിനോട് ഞാൻ നന്ദി പറയുന്നു. അരുൺ സാറ് നമുക്കറിയാം ഒരു ഡയറക്ടർ മാത്രമല്ല, കഥ, തിരക്കഥ, അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ പിന്നെ മ്യൂസിക്, പാട്ട് എല്ലാം സാറാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒത്തിരി കഴിവുള്ള ഒരാളാണ്. സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒത്തിരി പുതിയ സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ആളുകൾ ഫേസ് ചെയ്യുന്നത്. അതിൻ്റെ പേടി നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹായ്, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. എൻ്റെ പേര് നൗഷാദ്. ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഒരു പോലീസുകാരനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് താങ്ക്സ് ആണ് നമ്മുടെ ഡയറക്ടർ അരുൺ സാറിനോടും അതുപോലെ സോഹൻ റോയ് സാറിനോടും അതുപോലെ പ്രിയങ്ക മാഡത്തിനോടൊക്കെ എനിക്ക് നന്ദി പറയാനുള്ളത്. മുമ്പ് സോഹൻ റോയ് സാറിൻ്റെ സിനിമ കണ്ട ഉടനെ എനിക്ക് അന്ന് തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സിനിമ വഴി ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ആദ്യം ചെയ്ത ഷോർട്ട് ഫിലിം വഴി ആണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് പ്രസാദ് വഴിയാണ് ഇതിലേക്ക് എത്തുന്നത്. എത്തിയതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് മോൾഡ് ചെയ്തെടുത്ത് വീണ്ടും ഈ സിനിമയിലേക്ക് എത്തിച്ചത് നമ്മുടെ അരുൺ സാറാണ്. അരുൺ സാറിന് നല്ലൊരു താങ്ക്സ് ഞാൻ പറയുന്നു. സോഹൻ റോയ് സാറിനും പ്രിയങ്ക മാമിനും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നമസ്കാരം, ഞാൻ ജോസ് കടായിൽ, കോട്ടയം തിരുവഞ്ചൂർ സ്വദേശിയാണ്. ഞാൻ ആക്ച്വലി മുത്തറ്റ് ഫിൻകോർപ്പിൻ്റെ പൂനെ ബ്രാഞ്ചിലുള്ള കോത്രോഡിലെ ബ്രാഞ്ച് മാനേജറായിരുന്നു. സമേതം പൂനെയിലായിരുന്നു. അതിനുശേഷം നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം കാർഷിക മേഖലയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. കൃഷിയെ വളരെയധികം ഇഷ്ടപ്പെടുകയും കുറേ കൃഷികൾ ചെയ്യുകയും അതിൽ നിന്ന് ചെറിയ തോതിലുള്ള ആദായങ്ങളും പിന്നെ ഭക്ഷിക്കാനുള്ളത് കരുതുകയും ചെയ്യുന്നൊരു സാധാരണ കർഷകനാണ് ഞാൻ. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ സിനിമയുടെ ഭാഗമാകുന്നത്. കാരണം ഈ സിനിമയിലുള്ള ഈ ക്രൂവിലുള്ള ആരെയും എനിക്ക് പരിചയമില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് പ്രിയ സുഹൃത്ത് ശ്രീകാന്തിനെ കാണുവാനിടയായി. ശ്രീകാന്ത് നല്ല നടനും ഒരു കാസ്റ്റിംഗ് ഡയറക്ടറുമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അവിടെ വെച്ച് ശ്രീകാന്ത് എന്നെ കാണുകയും അരുൺ സാറുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അരുൺ സാറ് പറഞ്ഞു, ജോസേട്ടാ ഞങ്ങളിതുപോലെ ഒരു പടം ചെയ്യുന്നുണ്ട്, ജോസേട്ടൻ വന്നിട്ട് 1-2 റിയാക്ഷൻസ് ഒന്ന് തരണം, വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാണ് അന്ന് സാറിനോട് പറഞ്ഞത്. ഞാൻ ലൊക്കേഷൻ ഓക്കെ സാറേ ഞാൻ വരാം. വന്നതിന് ശേഷമാണ് ഈ സാമുവൽ ജോൺ എന്ന ഒരു ക്യാരക്ടർ എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ എന്നെ വെച്ച് ഇതുപോലൊരു കഥ ചെയ്യാൻ ധൈര്യം കാണിച്ച സാറിന് വലിയൊരു ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് കുറേ പുതുമുഖങ്ങളെ അണിനിരത്തുവാൻ ധൈര്യം കാണിക്കുകയും ആ ഒരു സഹായഹസ്തം സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയ സോഹൻ സാറിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കുമുള്ള ഒരു വലിയ നന്ദിയും ഒരു കയ്യടിയും ഞാനിപ്പോൾ കൊടുക്കുകയാണ്. അതേപോലെ നമ്മൾ ഈ ഒരു മനോഹരമായൊരു സിനിമാറ്റിക് ഒരു അനുഭവമാണ് നമുക്ക് ഈ കർണിക ഫിലിമിലൂടെ അനുഭവവേദ്യമായത്. അത് സാക്ഷാത്കരിച്ചതിന് ഒരു നല്ല ഒരു ക്രൂ ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാവരെയും എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. ഇതിൽ ഭാഗവാക്കാകെ എല്ലാവർക്കും പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് എനിക്ക് പ്രിയങ്ക മാമിനോടൊപ്പം ആദ്യമായിട്ട് ഒരു മെയിൻ ആക്ട്രസിനോടൊപ്പം ഒരു സ്ക്രീൻ ഷെയർ കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ്. താങ്ക് യു മാം. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ദീർഘിപ്പിക്കുകയല്ല,
പക്ഷേ ഈ ഒരു സിനിമ വലിയൊരു ലക്ഷ്യത്തോടെയാണ് സാറ് മുമ്പോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം നമ്മളുടെ നമ്മുടെ വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വലിയ സമൂഹത്തിനൊരു കൈത്താങ്ങാകുവാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമയുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ ഈ സിനിമ കാണുന്നത് എല്ലാം നഷ്ടപ്പെട്ട നമ്മളുടെ സഹോദരങ്ങൾ വയനാട്ടിലുണ്ട്. അവരെ ചേർത്ത് നിർത്താൻ, നമ്മുടെ ചങ്കോട് ചേർത്ത് നിർത്തുവാൻ നമുക്ക് കെൽപ്പുണ്ടാവണം. അതുകൊണ്ട് എല്ലാവരും ഈ സിനിമയുടെ ഒരു പ്രചാരണം ഒരു ചാരിറ്റി ആയിട്ട് തന്നെ കണക്കാക്കി, നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കി ചെയ്യണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഒരു ചെറിയൊരു കാര്യം പറയാൻ വിട്ടുപോയി. കാരണം എനിക്ക് തോന്നുന്നില്ല ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ ഡബ്ബിങ് ഡയറക്ടർ ഇല്ലാതെ നടക്കുന്നത്. അതായത് ഡയറക്ടർ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് ഡബ്ബിങ്ങും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളുടെ കാര്യങ്ങളിലൊക്കെ 2 പേരെ കൂടെ സ്റ്റേജിലേക്ക് വിളിക്കണം. ഒന്ന് ബിജു മജീദ്, 2 ജോൺസൺ. 2 പേരും ഒന്ന് സ്റ്റേജിലേക്ക് വരണം. ഈ സിനിമ ഇത്രയും ഈ ഒരു അവസ്ഥ വരെ എത്തിക്കാൻ ഒരുപാട് പാടുപെട്ടിട്ടുള്ള 2 വ്യക്തികളാണ്. അവരെന്താണെങ്കിലും സ്റ്റേജിലുണ്ടാവണം. അതുകൊണ്ട് ബിജു ചേട്ടനെയും ജോൺസൺ ചേട്ടനെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അതുപോലെ നമ്മുടെ വിസ്മയ മാക്സിലെ സന്ദീപ് ഏട്ടനുണ്ട് ഇതിൻ്റെ മിക്സ് ചെയ്തിട്ടുള്ള, അദ്ദേഹം കൂടെ ഒന്ന് വരണം. ഓക്കെ, ഇനി അടുത്ത കാസ്റ്റ് വിതീഷ്. നമസ്കാരം, എൻ്റെ പേര് വിതീഷിത. ഞാൻ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി സ്വദേശിനിയാണ്. കർണക എന്ന മൂവിയിൽ ദേവമ്മ എന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഈ ഒരു ക്യാരക്ടറിന് ഇത്രയും ഈ സിനിമയിൽ പ്രാധാന്യമുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാനത് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ സാറ് പറഞ്ഞു തന്നിട്ടുള്ളൂ. സിനിമേൻ്റെ മൊത്തം സ്റ്റോറിയും എനിക്കറിയില്ലായിരുന്നു. ഒരു മിസ്റ്ററി ആണെന്ന് മാത്രം അറിയാം. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് തന്നതിന് ഒരുപാട് സന്തോഷം. ആ നന്ദി എനിക്ക് എന്നും ഉണ്ടായിരിക്കും സോഹൻ റോയ് സാറിനോടും. കാരണം ആ ഒരു ദേവമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ സിനിമയിൽ ഒരുപാട് സീൻ എനിക്കുണ്ടെങ്കിലും മാക്സിമം സ്ഥലത്തിലും ആ ദേവമ്മയുടെ പ്രസൻസ് തീർച്ചയായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പുതുമുഖങ്ങൾക്ക് ഇതുപോലെയുള്ള നവാഗതരായ സംവിധായകരും സോഹൻ റോയ് സാറിനെ പോലെയുള്ള ഇത്രയും മഹത് വ്യക്തികളും ഞങ്ങൾക്ക് ഇത്രയും ഇങ്ങനെ ഒരു ചാൻസ് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ പ്രിയങ്ക മാമിൻ്റെ കൂടെ എനിക്ക് എന്താ പറയണ്ട, ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനോട് എന്നും നന്ദി പറയുന്നു. കാരണം ഇപ്പോൾ കഴിഞ്ഞ 2 months മുന്നേ റിലീസായ ശ്രീമുത്തപ്പൻ എന്ന് പറയുന്ന മണിക്കുട്ടൻ്റെ ഒരു ഫിലിമിൽ ഞാൻ വർക്ക് ചെയ്തു. അതിലും എനിക്ക് മണിക്കുട്ടൻ്റെ കൂടെ തന്നെ ദൈവമയെ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ കുഞ്ഞുനാളിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കാരണം എനിക്ക് ഒരു കലാകാരിയായി തന്നെ ജീവിക്കണമെന്ന് അത്രയും ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഗുരുക്കന്മാരുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈശ്വരൻ്റെയും അനുഗ്രഹം എന്നും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാവാം ഞാൻ ഇന്നൊരു കലാകാരിയായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിച്ചത്. എനിക്കിന്നിവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഒരു ചാൻസ് തന്നതിലും ഈ ഒരു ക്യാരക്ടർ തന്നതിലും ഒരുപാട് സന്തോഷം. ഞങ്ങളെപ്പോലെയുള്ള പുതുമുഖങ്ങൾക്ക് എല്ലാവരും നല്ല സപ്പോർട്ട് തരണം. അതുപോലെ ഇനിയും പുതിയ സിനിമകളിലേക്ക് ഞങ്ങളെപ്പോലുള്ളവർക്ക് നല്ല നല്ല ക്യാരക്ടർ തന്ന നല്ലൊരു അവസരം തന്ന് ഞങ്ങളെയും നല്ലൊരു കലാകാരന്മാരായി വളർത്താൻ സഹായിക്കണമെന്ന് എല്ലാവരോടും പറയുന്നു. താങ്ക് യു സോ മച്ച്. നമസ്കാരം, എൻ്റെ പേര് ശ്യാം ശശികുമാർ എന്നാണ്. ഞാനിതിൽ ജോസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഡ്രൈവറായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ റിലീസായി. അതിലൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. ആ ഡയലോഗ് പറയുമ്പോൾ ഞാൻ ഫോക്കസ് ഔട്ടായിരുന്നു തിയേറ്ററിൽ കണ്ടപ്പോൾ. പക്ഷേ ഇന്ന് പ്രിയങ്ക മാമയായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ, 2 ലുക്ക് കൊടുക്കുന്നത്, അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ വെള്ളം വന്നു, സത്യം. അതുപോലെ നന്ദി സോഹൻ സാറിന് നന്ദി. കാരണം ഞങ്ങളെപ്പോലുള്ള പുതുമുഖങ്ങളെ വെച്ച് ഇതുപോലൊരു എഫേർട്ട് എടുത്ത് ഇത് ചെയ്തതിന് താങ്ക് യു. അതുപോലെ അരുൺ സാർ, താങ്ക് യു സാർ, താങ്ക് യു. അതുപോലെ എന്നെ ഈ പടത്തിലേക്ക് സജസ്റ്റ് ചെയ്ത അരുൺ ചേട്ടൻ, അതുപോലെ തന്നെ ആനന്ദ്, അങ്ങനെയുള്ള അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത എല്ലാവർക്കും, അതുപോലെ കൂടെ നിന്ന് കട്ടയ്ക്ക് കൂടെ നിന്ന് എല്ലാവർക്കും, ഡബ് ചെയ്യാൻ എൻ്റെ കൂടെ നിന്ന ബിജു സാറിന്, സാറാണ്, താങ്ക് യു സാർ. അപ്പോൾ എല്ലാവർക്കും നന്ദി. എല്ലാവരും പടം
പരമാവധി പ്രൊമോട്ട് ചെയ്യുക എല്ലാവരും. താങ്ക് യു. ഈ സിനിമ തുടങ്ങുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചീഫ് അരുൺ ജെ വാണിയംകുളം. നമസ്കാരം, എൻ്റെ പേര് അരുൺ കെ വാണിയംകുളം. ആ ഡയറക്ഷൻ്റെ ക്രൂവിൻ്റെ ഇവിടെ ഉണ്ട്. എൻ്റെ ഒരു 4-5 പിള്ളേരുണ്ട് അസിസ്റ്റൻസ്, അവരെത്താൻ പറ്റിയിട്ടില്ല. എൻ്റെ സിനിമയിലേക്കുള്ള യാത്രയിൽ അല്ലെങ്കിൽ സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന പിള്ളേരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അതിൽ നല്ലൊരു അധ്യായമായിരുന്നു ഈ സിനിമ. മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്, നല്ലതായിരുന്നു. ഫസ്റ്റ് ഷോർട്ട് ഫിലിം അരുൺ വെമ്പാല ഡയറക്റ്റ് ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിമിൻ്റെ അസോസിയേറ്റ് ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ക്യാമറാമാൻ്റെ കൂടെ. അന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് കൊടകര ഗോകുലിൻ്റെ വീട്ടിന് മുമ്പിൽ നിന്നിട്ട് അരുൺ ചോദിക്കേണ്ടായിരുന്നു, നമ്മൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തു, ആളിയായത് എങ്ങനെ നമുക്ക് സിനിമയാവുക, സിനിമയ്ക്ക് ഇതെങ്ങനെ പോവുക നല്ല ഓർമ്മയുണ്ട്. വൈകുന്നേരം ഒരു രാത്രി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ ആകപ്പാടെ ഡൗൺ ആയിട്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 1.5 മാസത്തിൻ്റെ അകത്ത് തന്നെ ശോഭൻ റോയ് സാറെ മീറ്റ് ചെയ്തു. ചട്ടപ്പെട്ട ചെയ്യുന്നതായിരുന്നു. പിന്നെ പെട്ടെന്ന് ഷൂട്ടായി, ഓട്ടമായിരുന്നു അല്ലേ, ഓടി സംഭവം ഇപ്പോൾ നിങ്ങളുടെ തിയേറ്ററിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ചില സാങ്കേതിക കാരണം കൊണ്ട് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വഴിക്ക് അങ്ങോട്ട് പോകണ്ടായി. കഴിഞ്ഞപ്പോൾ ഫൈനൽ ഔട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നു. നോക്കുന്നു, സന്തോഷം, എല്ലാവരും സന്തോഷം. താങ്ക്സ്. നമ്മുടെ ആർട്ട് ഡയറക്ടർ രാകേഷ് നടുവൽ. നമസ്കാരം, എൻ്റെ പേര് രാകേഷ് എന്നാണ്, രാകേഷ് നടുവിൽ. ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് 8 സിനിമ ചെയ്തിട്ടുണ്ട്, 8ാമത്തെ സിനിമയാണ്. പക്ഷേ ഇത്രയും വലിയൊരു ഗ്രൂപ്പിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വലിയൊരു സിനിമ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചെറിയ സമയം കൊണ്ട് ഞാൻ വളരെ വൈകിയാണ് ഈ പ്രോജക്റ്റിലേക്ക് വന്നത്. ചെറിയ സമയം കൊണ്ട് തന്ന ഡീറ്റെയിൽ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇനിയും ഒരുപാട് വർക്കുകൾ നമ്മുടെ അരുൺ ചേട്ടൻ്റെ ഇയർഫിൽ ഉണ്ടാവട്ടെ. എനിക്കതിൻ്റെ ഭാഗമാകാനും സാധിക്കട്ടെ. അതോടൊപ്പം പ്രിയങ്ക മാം, അതുപോലെ ബാക്കിയുള്ള സാർ എല്ലാവരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഒരു പ്രോജക്റ്റ് സാർ ആദ്യം ഏൽപ്പിച്ച ഒരാളാണ് നിൽക്കുന്നത്, മാറി നിൽക്കുകയാണ്. അതെന്ന് പറയാൻ നോക്കാം. നമസ്കാരം. സാർ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു അരുണും അനീഷും കൂടി കാണാൻ വരുന്നുണ്ട്, നീ അവൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഷോർട്ട് ഫിലിം കാണുന്നത് സാറിൻ്റെ മുമ്പിൽ വെച്ച്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സാറാണ് അവർക്കൊരു ഓഫർ കൊടുത്തത്, നമുക്ക് സിനിമയാക്കാം, ചെറിയ ബഡ്ജറ്റ് മതി, ഇതൊന്ന് കൺവേർട്ട് ചെയ്ത് സിനിമ ഫോർമാറ്റ് ആക്കണം, അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരിത് പ്രതീക്ഷിച്ചേക്കാൾ ഒരുപാട് വലുതാക്കി, ചെറുതായിട്ട് പ്രതീക്ഷിച്ചെങ്കിലും ഒരുപാട് വലുതാക്കി. ആദ്യം തന്നെ ഷൂട്ടിന് ചെന്നപ്പോൾ ക്യാമറ X3 എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്യാമറയാണ്. സാധാരണ ക്യാമറ പറഞ്ഞ ഒരു കല്യാണമൊക്കെ എടുക്കുന്ന ക്യാമറ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എനിക്ക് അതിൻ്റെ ഔട്ട് കാണണമെന്ന് പറഞ്ഞു. കാരണം ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് സിനിമയിലൊക്കെ പറ്റുമോ. അപ്പോൾ ഔട്ട് കണ്ടിട്ട് മനസ്സിലായി നല്ല ക്വാളിറ്റി ഉണ്ട്. അതങ്ങനെ സിനിമയുടെ ഭാഗമായി ഞാൻ പ്രതീക്ഷിച്ചേക്കാൾ ഒരുപാട് നന്നായി. സാറായിട്ട് എനിക്ക് 18 വർഷമായി ഞാൻ ഏരിയസിൽ വർക്ക് ചെയ്യുന്നു. ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ ചെയ്ത് ശരിക്കും ഡാം 999 എന്ന പടമാണ്. അത് 5 ലാംഗ്വേജിൽ 2D 3D 10 വേർഷൻ ഇറക്കാൻ, കാരണം സിനിമയിലൊരു എക്സ്പീരിയൻസ് ഇല്ലാതെ എന്നെ കൊണ്ട് 10 വേർഷനാണ് സാറ് അന്ന് റിലീസ് ചെയ്യിച്ചത്. അപ്പോൾ തന്നെ ആ ധൈര്യം അത് ഞാൻ സമ്മതിച്ചു. കാരണം എന്നെപ്പോലെ ഒരു ആൾക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നില്ല എനിക്ക് ഇറക്കാൻ പറ്റുന്നു. പക്ഷേ സാറിൻ്റെ ഒരു ധൈര്യമായിരുന്നു എനിക്കത് ഇറക്കാൻ പറ്റുന്നു. അങ്ങനെ 18 വർഷമായി സാറിൻ്റെ കൂടെ നിൽക്കുന്നു. ഇതുപോലെ സാറ് എല്ലാ വർഷവും ഇങ്ങനെ പുതിയ ഓഫീസിൽ ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട് എല്ലാ മാസവും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ, എല്ലാ മാസവും ഓരോ പടം ഇറക്കാനുള്ള സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കണം. എല്ലാ പുതുമുഖങ്ങൾക്കും ഓഫീസിലുള്ള എല്ലാവർക്കും കഴിവുള്ള എല്ലാവർക്കും അവസരം കിട്ടണം, പുറത്തുള്ളവർക്കാണെങ്കിലും പരിചയമുള്ള എല്ലാവർക്കും അവസരം കിട്ടണം എന്ന രീതിയിൽ മാസം ഒരു പടം വെച്ച് റിലീസ് ചെയ്യണം. അതിനുള്ള എല്ലാ സെറ്റപ്പും പുതിയ ഓഫീസിൽ ഉണ്ടാക്കണം എന്നാണ് സാർ പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഉള്ളവർക്കും ഇനി പുതിയ ഈ അവസരം നോക്കിയിരിക്കുന്നവർക്കൊക്കെ ഇനി അവസരം ലഭിക്കും. അതിനാണ് സാറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ഭാഗ്യമാണ്. എല്ലാവരും പറഞ്ഞു സോൺ സാറിനെ പോലെ ഒരാൾ ഈ ഒരു പാഷനായിട്ട് സിനിമ കൊണ്ടുനടക്കുകയാണ്. അത് എൻ്റെയും ഞങ്ങളുടെ ഏരിയസിലുള്ള ഫാമിലിയുടെയും എല്ലാവരുടെയും ഒരു ഭാഗ്യമാണ് സാറിനെ പോലെ ഒരാൾ ഇങ്ങനെ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഇനി ഒരുപാട് അവസരങ്ങൾ എനിക്കും എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ നമുക്ക് വീണ്ടും കാണണം. അതിന് ദൈവം
സാറിനെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് ചെറിയ മനുഷ്യനല്ല, മലയാളത്തിലെ ഫാസ്റ്റ് കട്ടിങ്ങിൻ്റെ ഉസ്താദാണ്. ഈ പണ്ട് രാക്ഷസി എന്ന് പറഞ്ഞൊരു ഗാനം ഇറങ്ങിയിട്ടില്ലേ, ആ ഗാന സീൻ മൊത്തം ഫാസ്റ്റ് കട്ടിങ് നടത്തിയൊരു പാർട്ടിയാണ് റിയാനിലിരുന്നത്. അതിനുശേഷം നാഷണൽ അവാർഡ് വിന്നേഴ്സ് എഡിറ്റേഴ്സ് ചെയ്ത പടം പോലും ഞാൻ ജോൺസണോട് ഇരുന്ന് കഴിഞ്ഞാൽ വെട്ടി പീസാക്കി ഞങ്ങളത് വെട്ടി കുറയ്ക്കും. ഒരു 20% നീളം കുറച്ച് കളയും. അതുകൊണ്ട് ഇത് എഡിറ്റിങ്ങിൻ്റെ ഉസ്താദാണ്. ജോൺസൺ ഉണ്ടെങ്കിൽ പിന്നെ ധൈര്യമാണ്. ഞങ്ങൾ ഡയറക്ടേഴ്സിനൊന്നും നോക്കാറില്ല. ഞാൻ പ്രോജക്ട് ഡിസൈനറാണ്, എന്താണെന്നാലും ഞങ്ങൾ അതും കൊണ്ടങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് നോക്കാതെ നമ്മൾ വെട്ടിക്കളയും. ആവശ്യമില്ലാത്തതെല്ലാം ഒരു ഫ്രെയിം ഉണ്ടെങ്കിൽ നമ്മൾ വിട്ടു, ആവശ്യമില്ല. ഓക്കെ, എനിവേ ജോൺസൺ ഈസ് എ ഗ്രേറ്റ് അസെറ്റ് ഫോർ ഏരീസ്. പുള്ളി കൊടുത്തേക്കുന്ന അസൈൻമെൻ്റാണ് ഞങ്ങളുടെ പുതിയ ടവർ കൊച്ചിയിൽ വരുന്നതിനകത്ത് ജോൺസന് വേണ്ടി ഓരോ മാസം ഓരോ സിനിമ ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഫ്ലോർ കംപ്ലീറ്റ് സ്റ്റുഡിയോ എല്ലാ മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റീസിൽ കൊടുത്തേക്കാണ്. ഇനി ബാക്കി ജോൺസണ് ചെയ്യേണ്ടത്. ഓക്കെ, എവിടെ നമ്മുടെ ബിജു മജീദ് അടുത്ത കഥാപാത്രം ഏരീസിൻ്റെ. നമസ്കാരം, എൻ്റെ പേര് ബിജു മജീദ് എന്നാണ്. ഞാൻ ഇതിനകത്ത് ക്രിയേറ്റീവ് ഹെഡ് എന്നുള്ളൊരു പോസ്റ്റിലാണ് നിൽക്കുന്നത്. പക്ഷേ ക്രിയേറ്റീവായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതിനകത്ത് എല്ലാവരും ഗംഭീരമായിട്ട് അറിയാവുന്ന ആളുകളാണ്. പിന്നെ ഈ സിനിമ നമ്മളിപ്പോൾ തിയേറ്ററിൽ നിങ്ങളൊക്കെ കണ്ടു, ഒരു പുതുമുഖ ആളുകളാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്നും തോന്നില്ല. കാരണം അത്രയ്ക്ക് നല്ല ഷോട്ട്സും അത്ര നല്ല ക്യാമറമാനും അത്ര നല്ല ആർട്ടിസ്റ്റുകളും എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ഇത് നിർമ്മിക്കാനൊരു നിർമ്മാതാവിനെ ലഭിക്കുക എന്നുള്ളത് ഏതൊരു സംവിധായകൻ്റെയും ആഗ്രഹമാണ്. അപ്പോൾ സോഹൻ സാർ അതിന് മുൻകൈയെടുത്തു. ഒരു നിർമ്മാതാവ് ശരിക്കും പണം മുടക്കി സിനിമ ആദ്യം ഒന്ന് ലൊക്കേഷനിൽ വരും, അങ്ങനെ പോകും, പിന്നെ ഇടയ്ക്കൊന്ന് വന്ന് പോകും, ഇത് കഴിഞ്ഞ് പടം ഒന്ന് കട്ട് ചെയ്യുമ്പോൾ കാണും എന്നൊക്കെയുള്ളൂ. പക്ഷേ സോഹൻ സാറ് ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാൻ സോഹൻ സാറെ പടം ചെയ്ത ആളാണ്, ഡയറക്റ്റ് ചെയ്ത ആളാണ്, എനിക്കറിയാം. അതുകൊണ്ട് അരുൺ വെൺപാല ഇത് You're watching me on metromatney.com. Metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.